60 വയസ്സിന് ശേഷം എല്ലാവരും ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങൾ ഒരു 5 മിനിറ്റ് വീട്ടിൽ നിന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു അവയവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളാണ്. നമ്മുടെ കാലിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയായിട്ട് മാറും. ഓക്കെ, നമുക്ക് നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് മതി. ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. രാവിലെ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെയാണ് അത് നോക്കാം. അപ്പോൾ ആദ്യത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കസേരയിലോ ബെഡിലോ ടീപ്പോയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ കാല് നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തണം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, പ്രായമുള്ളവർക്ക് വളരെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആണിത്. ഓക്കെ, ഇതിലും ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ സത്യത്തിൽ ഇന്നേ വരെ ഒന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സത്യം. ഓക്കെ, ഇത് നിങ്ങളുടെ ആ ഒരു തുടകളിലെ ആ ഒരു പേശികളെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നിങ്ങളിത് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ കമോൺ, വെരി ഗുഡ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് ഒരു നല്ല സ്ട്രെങ്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസ്. അപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറഞ്ഞത് ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഓക്കെ, ഇങ്ങനെ കണ്ടില്ലേ, നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്നത് കണക്ക് സാവധാനത്തിൽ ഇതേപോലെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സാവധാനം ക്ഷമയോടുകൂടി ഇങ്ങനെ. വളരെ സിമ്പിളാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു തുടകളിലെ ഹാംസ്ട്രിങ്ങിലെയൊക്കെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, കുറഞ്ഞത് 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് 2 നേരം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ കാഫ് മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. മിക്കവാറും പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ദുർബലമായി പോകുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ്. അപ്പോൾ കാഫ് മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ 1 2 3 4 കണ്ടില്ലേ, ഇതേ കണക്ക് കാലിന്റെ വിരല് താഴെ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഉപ്പൂറ്റി ഭാഗം മുകളിലോട്ട് ഇതേപോലെ ഉയർത്തുക. ഇങ്ങനെ നിങ്ങൾക്കൊരു 25 എണ്ണമൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. 25 റെപ്പിറ്റേഷനൊക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് ഈ ഒരു ഭാഗത്തെ ആക്ടിവേഷൻ ആക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇതേപോലെ കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇതേപോലെ കണ്ടോ, ഇങ്ങനെ 2 കാലുകൾ ഇങ്ങനെ മാറി മാറി ഇതേപോലെ ചെയ്യുക. അത് നമ്മുടെ ഒരു കാഫ് മസിൽസിന് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പം ഇതും നിങ്ങൾ 1 മിനിറ്റോളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് ഇതേപോലെ തിരിച്ച് നമ്മൾ ഫിംഗർ താഴെ കുത്തിക്കൊണ്ടാണ് ആദ്യം ചെയ്തതെങ്കിൽ ഇപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ കണ്ടില്ലേ. ഇതേപോലെ നിങ്ങൾക്ക് ഏകദേശം 1 മിനിറ്റോളം ചെയ്യാവുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നമ്മൾ ഈ മരുന്നുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിൽമെന്റുകളും ഒരുപാട് എണ്ണയൊക്കെ മേടിച്ച് നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു 95% ഈ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫൈനൽ എക്സസൈസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കാലുകൾ ചേർത്ത് വെക്കുക, ഉപ്പുറ്റി പാദങ്ങൾ ചേർത്ത് വെക്കുക. അതിനുശേഷം കണ്ടില്ലേ, ഇതേപോലെ 1 2 3 4 5 6 7 8 9 10 കണ്ടോ.
ഇതേ കണക്ക് നിങ്ങൾ ഒരു 25 റെപ്പിറ്റേഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ഈ കുറച്ച് വ്യായാമങ്ങൾ ഒന്ന് പരിശീലിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ കണക്ക് ഒരു 2-3 ദിവസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും കാര്യങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. നമുക്ക് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തില്ലല്ലോ, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്തു പോകും. ഓക്കെ. അപ്പം ഇതേ കണക്ക് ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ താണ്ട് ഈ വശങ്ങളിലുള്ള ഈ കാഫ് മസിൽസിന്റെ ഈ ഒരു ഭാഗത്തെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആവും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നത്